എന്തുപറ്റി? എന്താന്നറിയില്ല, ഭയങ്കര തലവേദന. തലവേദന? ഓ, വെയിലുണ്ടോ? വെയിലുണ്ടോന്നില്ല, പണിക്കൊന്നും പോണില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി ബാം എടുത്തിട്ട് വരാം. ബാമൊന്നും മാടാന്ന് അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്നാ പിന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാം. ഇങ്ങനെ തലവേദന ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. എടി മല്ലിക, ഇത് ഡോക്ടറെ കാണേണ്ട അസുഖമല്ല, ഇത് മനസ്സിനാണ്. ആ ആ ആ ആ എന്നാ പിന്നെ നമുക്ക് പോയി സൈക്കാട്രിസ്റ്റിനെ കാണാം. ആര്? സൈക്കാട്രിസ്റ്റ്. അതിന് മനസ്സിന് അസുഖമുള്ളവരൊക്കെ ആ ഡോക്ടറെ പോയി കാണുന്നത്. മനസ്സിന് അസുഖം നിന്റെ അച്ഛന്. ദേ എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്താന്നാ അവൾ അച്ഛനെ പറ്റി പറഞ്ഞത്? കണ്ടാ, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ഇവിടെ. ഒന്നുമില്ല, തലവേദനയാണ് പറഞ്ഞാണ് ഞാനേ. എടീ, ആ തലവേദനയുടെ കുഴമ്പെടുത്തൊന്ന് പരട്ടി കൊടുക്ക്. അതൊന്നും വേണ്ടെന്ന്, ഇത് മനസ്സിന്റെ അസുഖമാണത്രേ. എന്തോന്ന്? ഒന്നുമില്ലാന്ന്, ഞാൻ എന്റെ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനസ്സ് വിഷമിച്ചതാണ്. വേറെ അത്രയ്ക്ക് എന്താ, ഒരച്ഛണ്ട്, യാതൊരു കാര്യമില്ല, വെറുതെ ഒരു ഉപകാരം ഇല്ലാത്ത ഒരച്ഛൻ. എടാ, നീ തന്നെ നിന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയണം. എടാ, നിന്നെ ഇത്രയും മാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരു അച്ഛൻ വേറെ ഒരുത്തർക്കും കിട്ടി കാണത്തില്ല, അറിയാമോ? മുതുകത്ത് കഴിച്ചിരുത്തി ആന കളിപ്പിക്കും, പാളയിലിരുത്തി വലിപ്പിക്കും, ചക്കര മുട്ടായി, നൂലുമുട്ടായി എല്ലാം കൊണ്ട് തരുമായിരുന്നു. നിനക്കറിയാമോ? ദൈവമേ, ഇത്രയും തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള മനുഷ്യൻ ഈ ലോകത്തുണ്ടായി കാണുമോ? പിന്നെ ഒരു അളിയുണ്ട്, ഒരു കുരുത്തം കെട്ട സാധനം, ഒരു പെങ്ങള്, എല്ലാവർക്കും എൻ്റെ പൈസ മതി. പൈസ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. ഒരാൾക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ സംഭവമില്ല. എന്താ ചെയ്യുക? പിന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു സമ്മത വീട് കാണും. എനിക്കാണെങ്കിൽ അതുമില്ല. രാഖിരാമാനെ വിളിച്ചിറങ്ങേണ്ടി വന്നിട്ടില്ലേ? ഞാൻ അവരെ കുറ്റം പറയാത്തൊന്നുമില്ല. അല്ല, ഞാൻ പറയാ. പിന്നെ ആകണ്ടായിരുന്ന ഒരു കടപ്പാടം, അതും പണയത്തിലായി. കൊടീശ്വരനാകാൻ വേണ്ടിട്ടല്ലേ ആർത്തി മൂത്തോട്ട്? അതെ, ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കിയപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വിഷമം.